ഹേ ഗായ്സ്, അപ്പം നമ്മൾ 3-4 ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പം കാണാത്തതിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ കാരണമൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളെ മുണ്ടക്കയിൽ നടന്ന ആ ഒരു ദുരന്തം നമ്മളെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് എല്ലാവരും ഇപ്പം പറയുന്നത്. അപ്പം ആ സമയത്തൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനും ഇടാനുള്ളൊരു മാനസികാവസ്ഥ ഒന്നും അല്ലായിരുന്നു. അപ്പം അറിയാം, ഇപ്പം ഏതാണ്ട് 270ഓളം മരണം ഇപ്പോഴത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് പേരെ കണ്ടു കിട്ടാനായിട്ടുണ്ട്. അപ്പം നമ്മൾ അന്ന് വീഡിയോ ചെയ്തപ്പം സെക്കൻഡ് ചാനലിൽ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അന്ന് മരണസംഖ്യ ഇവർ 48 അല്ലേ, 2 ദിവസം മുമ്പ്. ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് 270-ലാണ്. അത് എത്രത്തോളം ഭയാനകമാണല്ലോ സംഖ്യ. അപ്പോൾ ഇനിയും കാണാനുണ്ടെന്നൊക്കെ പറയുന്നു. ഒരുപാട് കുടുംബം, ഒരുപാട് അച്ഛനും അമ്മയ്ക്കും മക്കളെ നഷ്ടപ്പെട്ടു, ഉറ്റവർക്കുടവർക്കും എല്ലാം പോയി, ഒന്നും ഇല്ലാതായി. ആലോചിച്ച് നോക്ക്, ഒരു വീട് ഒരു നാടേ ഇല്ല. അതായത് അവിടുത്തെ 2 പഞ്ചായത്ത് അടുപ്പിച്ച് ഒന്നുമില്ല. 10-300ഓളം വീടുകളുണ്ടായിരുന്നു ആ ഇടത്ത്. ഉള്ള വീടുകൾ മൊത്തം തകർന്ന നിലയില്ല. പഞ്ചായത്ത് മെമ്പർ വന്നിട്ട് പുള്ളിയുടെ ആ സ്ഥലം പോലും പുള്ളിക്ക് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല വീടുകളൊന്നും. ആലോചിക്ക്, ഒരു വീടെന്നൊക്കെ പറയുന്നത് ഒരാളുടെ നമുക്കിത് എത്രത്തോളം ന്യൂസിലൊക്കെ കണ്ടാൽ പോലും നമുക്കത് ഭയങ്കരമായിട്ട് അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ, നമ്മളെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ ആകുമ്പോഴേ നമ്മൾ സീരിയസ്ലി നമുക്ക് അത് അത്രത്തോളം അത് മനസ്സിലാകത്തുള്ളൂ. ഒരു വീടെന്നൊക്കെ പറയുന്നത് ഒരാളുടെ ആയുഷ്കാലത്തെ മൊത്തം അധ്വാനമാണ്, ഇല്ലേ? ഒരു സാധാരണക്കാരൻ ഒരു വീടെന്നൊക്കെ പറഞ്ഞാൽ ലോൺ എടുത്തും അതും ഇതൊക്കെ കഷ്ടപ്പെട്ടൊക്കെ വെക്കുന്നത്. ഒരു വീടാവണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോരം സാധനങ്ങൾ വേണം. അതൊക്കെ അന്നന്ന് ജോലിക്ക് പോയിട്ട് ഓരോന്ന് ശേഖരിച്ച് വെച്ച് വാങ്ങുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത്രയും ഒരു ജീവിതത്തിൽ ഒരു കഷ്ടപ്പാട് ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത്, ഒന്നും ഇല്ലാതാവുക എന്ന് പറയുന്നത് ഇടുന്ന വസ്ത്രം മാത്രം അല്ലേ. നമ്മൾ ഇന്നലെ ന്യൂസിൽ കണ്ടാണ്. അതൊക്കെ ഭയങ്കര വേദനയാണ്. ഞാൻ ഇന്നലെ രക്ഷാപ്രവർത്തനത്തിലെ ഒരാൾ പറയുന്നത് കേട്ട്, ഒരു വീട്ടിൽ ഒരു കബർ അടക്കാൻ വേണ്ടി പള്ളിയിലോട്ട് പോയപ്പം ഒരു വീട്ടിലെ ഉമ്മ, ഒരു ഉപ്പ, അനിയൻ, ആ ചേട്ടൻ മാത്രം, ആ ഒരു പയ്യൻ മാത്രം അവശേഷിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ തന്നെ ഒരു കൈക്കുഞ്ഞും അമ്മയായിട്ട് പോയത്, അവരുടെ ഭർത്താവ്, അച്ഛൻ, അമ്മ എല്ലാവരും അവരെ കൺമുന്നിൽ കൂടെ ഒഴുകിപ്പോയി. ഒരു ദിവസം കൊണ്ട് മറിഞ്ഞു നോക്കിയേ, അവരൊന്നും അറിഞ്ഞു പോലും കാണത്തില്ല. 2 ദിവസം മുമ്പ് ശാന്തമായിട്ട് പോയിക്കൊണ്ടിരുന്ന, സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബം ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറി. അവരൊന്നും ഒരു പ്രതീക്ഷ കാണത്തില്ല. അവരൊക്കെ ലൈഫ് നമുക്ക് അവരുടെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അവിടെ പോയി നിന്ന് രക്ഷാപ്രവർത്തനം നടത്താനൊന്നും എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം തന്നെ രക്ഷാപ്രവർത്തനം, സത്യം പറഞ്ഞാൽ ഈ ഒരു 270 മരണസംഖ്യ എന്ന് പറയുമ്പോൾ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസമാവുന്നത് 1500 പേരെ ആ ഒരു മണിക്കൂറുകൾ കൊണ്ട്, അതായത് ആ രാവിലെ നടന്ന ആ ഒരു പ്രശ്നത്തിൽ ഏതാണ്ട് ഒരു 10-12 മണിക്കൂർ കൊണ്ട് 1500 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ആയപ്പം പറയുന്നത് 1800 പേരെ രക്ഷപ്പെടുത്തി എന്നാണ്. മണിക്കൂറുകൾ കൊണ്ട് ഇത്രയും പേരെ രക്ഷപ്പെടുത്തി എന്ന് കേൾക്കുമ്പോൾ അതിലും വളരെ സന്തോഷം. അവരൊരു പുതിയ ജീവിതത്തിലേക്ക് പിടിച്ചു ഉയർത്തി, അതും വളരെ സന്തോഷം. ഇനി അവരെയൊക്കെ നമുക്ക് പഴയ ഒരു ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരണം. കാരണം ഒന്നും ഇല്ലാത്ത ആൾക്കാരാണിപ്പോൾ. അപ്പോൾ അതിനൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമുക്ക് വേണമെങ്കിൽ പൈസ ഇടാം. ഉള്ളതായിക്കോട്ടെ. ഒരു ദിവസം കൊണ്ട് കണ്ടാണ് എത്ര പേരാണ്, എത്ര രക്ഷാപ്രവർത്തകരാണ് അതും അവർക്കൊന്നും എക്യുപ്മെന്റ്സ് പോലും ആ സമയത്ത് എത്തിച്ചേരാൻ പറ്റത്തില്ലായിരുന്നു. ഇറ്റാച്ചും JCB ഒന്നും. ഇപ്പോഴാണ് നമുക്ക് റീസെൻ്റ്ലി ആർമി പാലമൊക്കെ പണിഞ്ഞ് ഇപ്പോൾ അതുവഴി പോയത്. അവർ കൈ കൊണ്ടും ഹാമർ കൊണ്ടും മറ്റേ പിന്നെ ഇരുമ്പിൻ്റെ കമ്പിയെ കൊണ്ടാണ് കുത്തിയൊക്കെ ആൾക്കാരെ എടുത്തത്. അപ്പോൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. അതെനിക്ക് തോന്നുന്നില്ല അത് കേരളമായിട്ട് മാത്രമോ, പുറത്തൊന്നും ആണെങ്കിൽ ഇങ്ങനെ ആൾക്കാർ രാത്രിയിൽ അത് അവനവൻ്റെ ജീവൻ പണയം വെച്ചൊന്നും വേറെ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങൾ നമ്മളെ കേരളത്തെ കണ്ടുപഠിക്കണം. പല ബോഡി പാർട്സ് ആയിട്ടൊക്കെയാണ് കിട്ടുന്നത്. അതൊക്കെ എന്ത് ദുഃഖമാണെന്ന് നോക്കി. ആരാന്ന് പോലും തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. അവരെ ബന്ധുക്കളോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അതൊക്കെ ഭയങ്കര ഭയാനകം കേട്ടോ. പിന്നെ ഇന്നലെയൊക്കെ കണ്ട കാഴ്ചകൾ, രക്ഷാപ്രവർത്തകർ കയ്യിലൊക്കെ ചെയറൊക്കെ ആയിട്ട് ബ്രെഡൊക്കെ കഴിക്കുന്നതൊക്കെയാണ്. അപ്പോൾ അത്രത്തോളം എല്ലാവർക്കും ഈ ഒരു ഇതിനകത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ ആർമിക്കും എല്ലാവർക്കും അവരെല്ലാവരുടെ എഫേർട്ടിനും നമ്മൾ ഒരുപാട് നന്ദിയുണ്ട്. നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നത്, അവർക്കിപ്പോൾ ഒന്നുമില്ല. ആക്ച്വലി അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു വയനാട്ടിലെ ആ ഒരു സീൻ പറയുമ്പം പുറത്തുനിന്ന് മൊത്തത്തിൽ ഓവറോൾ സ്ഥലത്തും വെള്ളം കയറുന്നുണ്ട്. പക്ഷേ ആ ഒരു വയനാട്ടിലെ റിപ്പോർട്ട് മാത്രമാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം പലയിടത്തും വെള്ളം കയറിയിട്ട് 8000-ൽ-പധികം ആൾക്കാരാണ് ക്യാമ്പിൽ കഴിയുന്നത്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമ്മളെ കൊണ്ട് വരുന്ന വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാക്സിമം കളക്ടിങ് പോയിന്റിൽ കൊടുക്കുക. കുഞ്ഞുങ്ങൾക്കുള്ള സാധനങ്ങൾ. ഇന്നലെ ന്യൂസിൽ കണ്ടത് ഡ്രസ്സൊക്കെ ഒരുപാട് പഴകിയ ഡ്രസ്സൊക്കെ, അവരങ്ങനെ പഴയ ഡ്രസ്സ് ഇടുന്ന ആൾക്കാരല്ലല്ലോ. അവരങ്ങനെ
പിച്ചക്കാരോ ഭിക്ഷാടകരോ ഒന്നുമല്ല, നമ്മളെ പോലത്തെ മനുഷ്യരാണ്. അപ്പൊ അവർക്ക് നമ്മളിട്ട് പഴകിയ ഡ്രസ്സ് ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളൊരു പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ഇട്ട് പഴകിയ ഡ്രസ്സ് കൊടുക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് പുതിയൊരു ഡ്രസ്സ് കൊടുക്കുക. പരമാവധി ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫുഡുകൾ, ഇപ്പോൾ ബിസ്ക്കറ്റ്, റസ്ക്, അങ്ങനത്തെ ഐറ്റംസ് അത് അവർ പറയുന്ന 2 മാസമെങ്കിലും എക്സ്പയറി ഡേറ്റ് വരുന്ന സാധനങ്ങൾ അയക്കാൻ പറ്റുന്നത് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മളും കൂടി വാങ്ങിക്കൊണ്ട് കളക്ട് ചെയ്ത് അവിടെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിത് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് പട്ടത്താണ് കളക്ടിങ് പോയിന്റ്. അപ്പോൾ 1 മണിക്ക് മുമ്പായിട്ട് നമുക്കവിടെ സാധനങ്ങൾ എത്തിക്കണം. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ, സാനിറ്ററി പാഡ്സ്, ഡൈപ്പർ, കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള സാധനങ്ങൾ, സെർലാക്ക്, അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്ക് വാങ്ങാനുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ രാത്രി കുറച്ച് ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമുക്ക് നേരെ സാധനങ്ങളും വാങ്ങിയിട്ട് നമ്മൾ പട്ടത്തോട്ട് പോകാം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ പലരും പറയും, എന്തിനാണ് നീക്ക് ഇത് സാധനം വാങ്ങുന്നത് കൊണ്ട് കൊടുത്തുകൂടായിരുന്നോ, അത് നിങ്ങൾക്ക് വീഡിയോ ഇടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും പലർക്കും ആ ഒരു ഇത് വരട്ടെ, നമുക്കും കൊണ്ട് കൊടുക്കാൻ പോകും എന്നുള്ളൊരു ആ ഒരു ചിന്ത വരട്ടെ എന്നുള്ള രീതിയിലാട്ടോ നമ്മളൊരു വീഡിയോ ഇടുന്നത്. അത് പലർക്കും പൈസ മേടിക്കാൻ നമുക്കല്ല, അപ്പം ഇതൊരു പലർക്കും ഒരു പ്രചോദനം ആവട്ടെ, നിങ്ങൾക്കും കൊണ്ട്. ഷെയർ ചെയ്യുന്നവരല്ലേ. അതെ. അപ്പം നമ്മളെ എല്ലാ ലൈഫിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കും ഇതൊരു പ്രചോദനം ആവട്ടെ, നിങ്ങളും കൊണ്ടു കൊടുക്കാൻ ഒരു തോന്നട്ടെ എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് മാത്രമാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളെ കഴിയുന്ന വിധം, നിങ്ങൾ പറ്റുന്ന വിധം നിങ്ങൾ മാക്സിമം സാധനങ്ങൾ വാങ്ങുക, എന്നിട്ട് കളക്ടിങ് പോയിന്റിൽ കൊടുക്കുക. പൈസ ആയിട്ട് കൊടുക്കുന്നവർ അങ്ങനെ അല്ലാത്തവരിങ്ങനെ. അപ്പം എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഈ 2 കാര്യങ്ങൾ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതെ, അപ്പോൾ നമുക്ക് ഇറങ്ങാം, പോവാം. ഞങ്ങളൊന്നും മറക്കണ്ട കേട്ടോ. ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ മാക്സിമം വാങ്ങാൻ നോക്കുക ഗൈസ്. ഇതാകുമ്പോൾ എത്ര 2-3 മാസം ഇരുന്നാൽ പോലും പന്നലാവത്തില്ല. അപ്പോൾ എപ്പോഴായാലും ഇത് ഉപയോഗപ്പെടും. കുട്ടികൾക്കുള്ളത് എന്തെങ്കിലും എടുക്കും, കാരണം അതും എല്ലാവരും വിട്ടുപോകും. കുഞ്ഞുങ്ങൾക്കുള്ള സാധനങ്ങൾ എല്ലാവരും വിട്ടുപോകും ഗൈസ്. ഇങ്ങനത്തെ കുഞ്ഞു പാക്കറ്റ് എടുത്തു, അപ്പോൾ എല്ലാവർക്കും സപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനത്തെ ബിസ്ക്കറ്റ് ഐറ്റംസ് ആണ് തോനെയും എടുക്കുന്നത്. റസ്ക് ഒരു സെക്ഷൻ മൊത്തം അങ്ങ് എടുത്തിടാം. താഴെ പോകുന്നു. അയ്യോ ആയിട്ട് കിട്ടി കേട്ടോ. നമുക്കിത് എല്ലാം കുഞ്ഞു പാക്കറ്റാണ് നല്ലത്. ഒരുപാട് പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. റിസ്ക് എടുക്കാം. അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് സാനിറ്ററി പാഡ് കേട്ടോ. അതുവേ അങ്ങനത്തെ പാക്കറ്റ് ഇടാം. അതാകുമ്പം ഒരുപാട് കൊടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ തോനെടുത്തോ. പാമ്പേഴ്സും സാനിറ്ററി പാഡ് തന്നെ നിറഞ്ഞ കേട്ടോ. ഒരു ചാക്ക് അരി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് അടുത്തത് പേസ്റ്റ് നമുക്ക് കുറേ എടുക്കാം കേട്ടോ. പേസ്റ്റൊക്കെ അത്യാവശ്യം കവറിലുണ്ടോ? ഓക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാ സാധനം ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. കുക്കീസ്, കുറേ ബിസ്ക്കറ്റ് ഐറ്റംസ് കുറേ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള സെർലാക്ക്, റസ്ക്, അതെല്ലാം ഒരു സെക്ഷൻ. പിന്നെ നമ്മളെ മെയിനായിട്ട് നമ്മൾ വാങ്ങിച്ച ഡൈപ്പർ, സാനിറ്ററി പാഡ്, സോപ്പ്, പേസ്റ്റ്, എല്ലാ ഐറ്റംസും ഇതിനകത്ത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കിതെല്ലാം കൂടി ഒരു ബോക്സിലാകുമ്പോൾ ഇതിപ്പം അവിടെ ചെന്നാലും ബോക്സിലാക്കിയാലും അവർ പൊട്ടിച്ച എല്ലാ സാധനങ്ങളും വേറെ ആക്കും കേട്ടോ. അതായത് അപ്പോൾ എടുക്കാൻ അവർക്കും ഒരു ഇതുണ്ട്. ഇപ്പോൾ സോപ്പ് എല്ലാം ഒരു കാറ്റഗറി, ബിസ്ക്കറ്റ് എല്ലാം ഒരു കാറ്റഗറി, സാനിറ്ററി പാഡ് എല്ലാം ഒരു കാറ്റഗറി, അങ്ങനെ അവർ ഓരോരോ ബോക്സിലാക്കും. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് എല്ലാം ഒരു കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കവറിൽ ഫുള്ള് ബിസ്ക്കറ്റ് ആക്കിയിട്ടുണ്ട്. സാനിറ്ററി പാഡ് എല്ലാം ഒരു ബോക്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പട്ടത്ത് പോവാം. അപ്പോൾ കളക്ടിങ് പോയിന്റ് അവിടെ ആണ്. അപ്പോൾ അവർ 1 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ എത്താൻ കേട്ടോ. കളക്ഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് പോകുന്ന വഴിയിൽ കൊടുത്ത ഇതിനകത്ത് ഒരെണ്ണത്തിൽ നമുക്ക് അല്ല, അത് ബിസ്ക്കറ്റ് ഒക്കെ, ഇത് സാനിറ്ററി പാഡ് അല്ല, ബിസ്ക്കറ്റ്, ഫുഡ്, റസ്ക്, ഇതിനകത്ത് സാനിറ്ററി പാഡ്, ഡൈപ്പർ, കോൾഗേറ്റ്, സോപ്പ്, അങ്ങനത്തെ ഐറ്റംസ് കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വണ്ടിയെ കൊണ്ട് നിർത്തി ഇവിടെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓരോ കാറ്റഗറിയുടെ അവർ തിരിക്കുന്നുണ്ട് കേട്ടോ. സാധനം പാക്ക് ചെയ്ത് കൊണ്ടുവന്നാൽ ഇവർ പൊട്ടിച്ച് നോക്കും എന്തൊക്കെയാണെന്ന് നോക്കും. അപ്പോൾ നമുക്ക് താഴെ നമുക്ക് ഇവിടെ വരുന്നവർക്ക് നമ്മുടെ സാധനം കൊടുത്തിട്ട് താഴെ ഒന്ന് പേരും ഇത് എഴുതാവുന്നതാണ്. പിന്നെ ഇത് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് നമ്മുടെ പട്ടത്ത്, നമ്മളെ പട്ടം രാംരാജിൻ്റെ ഷോപ്പിൻ്റെ, അതായത് സിഗ്നലിൻ്റെ അവിടെ ഒരു പമ്പുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. സാധനങ്ങൾ നാണ്ടെ കോൾഗേറ്റ്, പേസ്റ്റ്, ഡ്രസ്സ് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. അതെ എല്ലാവരും ഉണ്ട്. പാക്ക് ചെയ്യാൻ എല്ലാത്തിനും ആളുണ്ട്. അതെ. മിനറൽ വാട്ടർ ഇരിക്കുന്നത് നോക്ക്. ക്യാൻ കൊടുത്തേ ക്യാൻ നോക്ക് ഗൈസ് ഇരിക്കുന്നത്. ഗൈസ് അപ്പോൾ നമ്മൾ സാധനങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അയക്കാം. അതെ, ഇപ്പം എല്ലാവരും ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇന്നലെ ന്യൂസിൽ തന്നെ കണ്ടു. വസ്ത്രങ്ങളൊക്കെ ഒരുപാട് വന്നു. ലാസ്റ്റ് അവിടെ വേസ്റ്റ് മാനേജ്മെന്റിന് അതൊരു ബാധിക്കും. പക്ഷേ ചില സാധനങ്ങളൊക്കെ അവിടെ അങ്ങനെ
കെട്ടിയായിട്ട് കിടക്കുന്നുണ്ടെന്നെങ്കിൽ ഒരു ന്യൂസ് നമ്മൾ അറിഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങൾ ഇപ്പം തന്നെ ഒരു ലോഡ് ഇപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് 2 കളക്ടിംഗ് പോയിന്റ് ട്രിവാൻഡ്രത്ത് നിന്ന് ഉണ്ടായിരുന്നാണ് എൻ്റെ അറിവ്. ഇനി വേറെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഒരുപാട് കാണും. അപ്പോൾ വേറൊരു കളക്ടിംഗ് പോയിന്റ് ഞാൻ വിളിച്ചപ്പം അവിടെ ഒരു ലോഡ് ഒരു 407 ഒരു ട്രക്കിൽ ഫുള്ള് സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ബാക്കി കൊള്ളാതെ പിന്നെ സാധനങ്ങൾ അവിടെ സ്റ്റോക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം എല്ലാവരും കൊണ്ട് കൊടുക്കുന്നുണ്ട്, എല്ലാവരും മാക്സിമം ഉണ്ട്. ഇപ്പം തന്നെ നമ്മളവിടെ പോയപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന കൊച്ചാണ്. അപ്പം ഒരു തുണി മാത്രം. അപ്പം എല്ലാവർക്കും ഉണ്ട്, ഉക്കുന്നത് എല്ലാവരും കൊടുക്കുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. അപ്പം നമ്മൾ ഇതിന് നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്, ഇതും നമ്മൾ ഉറപ്പായിട്ടും അതിജീവിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും ഓരോരോ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു 1 വീക്ക് കഴിയുമ്പോൾ ഇതിന്റെ ഒരു ഫ്ലോ എല്ലാവരും പിന്നെ കൊടുക്കുന്നത് കുറയും. അപ്പോൾ നമ്മളത് ഓർക്കണം. ഒന്നുമില്ലാത്ത ആൾക്കാരാണ്. അവർക്ക് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ ഒരു 2-3 ദിവസം മാത്രം കൊടുത്താൽ പോരാ. ഇനി ഒരു ആഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞും നമ്മൾ സാധനങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പം അപ്പോഴും നമ്മൾ ഈ ഒരു ഉഷാറൊക്കെ അപ്പോഴും കാണിക്കണം. ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ സമയം കഴിഞ്ഞു പോകുമ്പം ഇനി ന്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു 3-4-5 ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ചത്തോളം ചിലപ്പോൾ ന്യൂസിലൊക്കെ കാണുമായിരിക്കും, അല്ലെങ്കിൽ 2 ആഴ്ചത്തോളം കാണുമായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് മാറുമ്പോഴും നമ്മൾ അത് ഓർക്കണം, നമ്മൾ സാധനങ്ങൾ വീണ്ടും എത്തിക്കണം കേട്ടോ. അപ്പം ഇനിയും നമ്മൾ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടുന്ന് വേറെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പം നമ്മൾ പറ്റുന്നെങ്കിൽ അപ്പോഴും നമ്മൾ സാധനങ്ങൾ അവിടെ ഏൽപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ടൈം എടുക്കും. കളക്ടിംഗ് പോയിന്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. അപ്പം അത് നിങ്ങൾ ബന്ധപ്പെടുക, ന്യൂസിലും അത് കാണിക്കുന്നുണ്ട്, ബന്ധപ്പെട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഒരു മോട്ടീവ് ആവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ വന്നിട്ട് ആരും കമന്റ് ചെയ്യരുത് നിങ്ങൾ കൊടുക്കുന്നത് എന്തിനാണ് കാണിക്കുന്നതെന്ന്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും പറയരുത് പ്ലീസ്. നമ്മളെ പറയുന്നുണ്ട് ഇപ്പം 4-5 ദിവസത്തേക്ക് കനത്ത മഴയും കാറ്റൊക്കെ തുടരുന്നുണ്ട്. അപ്പം ആരും പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടച്ചിട്ടുണ്ട്. അപ്പം നമ്മളും ആരും അങ്ങോട്ടൊന്നും പോവാതിരിക്കുക. അപ്പം നമ്മളെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നമ്മൾ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പം അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.